ഹായ് ഓൾ, എല്ലാവർക്കും ജെഫ്സ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ബ്രൊക്കോളി ചിക്കൻ സ്റ്റിർ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ എടുത്തേക്കുന്നത് 1/4 കിലോ ബ്രൊക്കോളിയാണ്. ഇതിൻ്റെ മൊത്തം എടുക്കുന്നില്ല, ശരിക്കും ഇതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊന്ന് അടർത്തി എടുത്തതിന് ശേഷം ഒന്ന് മുറിച്ചെടുക്കണം. അടുത്തതായി എടുക്കുന്നത് ക്യാപ്സിക്കമാണ്. അതും ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം മാത്രം എടുത്ത് ഒന്ന് നീളത്തിൽ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കണം. ഇനി ബ്രൊക്കോളിയും ക്യാപ്സിക്കവും കൂടെ ഒരു ബൗളിലിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഇതിനായി എടുത്തേക്കുന്നത് ഏകദേശം 100 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. അതിതുപോലെ ഒന്ന് ചെറുതായിട്ട് ക്യൂബ് സൈസിലൊന്ന് മുറിച്ചെടുക്കുക. ചിക്കൻ മുറിച്ചതിന് ശേഷം ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കുക. വിനാഗിരി ചേർത്തത് കൊണ്ട് അധികം നേരം മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. അധികം നേരം വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വല്ലാതെ ഒന്ന് സ്റ്റിഫായി പോകും. ഇനി ഒരു ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ചതച്ച വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ചതച്ച ഇഞ്ചിയും ഒരു ഇടത്തരം പച്ചമുളകിൻ്റെ പകുതി ചെറുതായിട്ട് മുറിച്ച് ചേർത്തതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയും ക്യാപ്സിക്കവും കൂടെ ചേർത്ത് ഏകദേശം 1 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ ബ്രൊക്കോളിയാണ് ശരിക്കും ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ക്യാപ്സിക്കം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ബ്രൊക്കോളിക്ക് ശരിക്കും ഒരു പ്രത്യേക ടേസ്റ്റാണ്. കണ്ടു കഴിഞ്ഞാൽ പച്ച കോളിഫ്ലവർ പോലെ ഇരിക്കുമെങ്കിലും കോളിഫ്ലവർ പോലെ അല്ല. ഇത് നല്ലൊരു ടേസ്റ്റാണ് ബ്രൊക്കോളിക്കുള്ളത്. ഇത് പച്ചയ്ക്കാണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചിക്കനും കൂടെ ചേർത്ത് ചിക്കൻ്റെ നിറമെല്ലാം മാറി ഒരു വെള്ള കളറായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മൂടി വെച്ച് ഏകദേശം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. വേവിക്കുന്ന സമയത്ത് 1-2 പ്രാവശ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ വെള്ളമെല്ലാം ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഹൈയിലോട്ട് മാറ്റി ഏകദേശം 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് ആവശ്യത്തിന് നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കി ഒരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രീൻ സ്പ്രിംഗ് ഓനിയനും കൂടെ ചേർത്ത് ഒന്ന് ഗാർണിഷ് ചെയ്തതിന് ശേഷം സെർവ് ചെയ്യാവുന്നതാണ്. ഈ ഒരു അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഡിഷ് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. പക്ഷേ മറ്റുള്ള വെജിറ്റബിൾ വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്രൊക്കോളി അല്പം എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ അവൈലബിലിറ്റിയും വളരെ കുറവാണ്. എന്നാലും പല സൂപ്പർ മാർക്കറ്റിലും ഇപ്പം ബ്രൊക്കോളി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് മേടിച്ച് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു ഫോർ വാച്ചിങ്.